ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി കേക്ക് റെസിപ്പിയാണ്. ബട്ടർ സ്കോച്ച് കേക്കാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഒരിക്കൽ നിങ്ങൾ ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും ഏതൊരു ഫംഗ്ഷൻ ആയാലും ബർത്ത്ഡേ ആയാലും നമുക്ക് ഈ ഒരു കേക്ക് മാത്രമേ നിങ്ങൾ റെഡിയാക്കി കഴിക്കത്തുള്ളൂ. അത്രയ്ക്കും രുചിയാണ് ബട്ടർ സ്കോച്ച് കേക്കിന്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പിൻ്റെ ബട്ടർ കേക്കാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ 1/2 kg ടിന്നാണ് ഉള്ളത്. അപ്പോൾ ഞാൻ 1 kg ബാറ്ററിന് 1/2 kg 2 പ്രാവശ്യമായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അല്പം ഉപ്പ്, ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതി. അപ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡറും ഉപ്പും മൈദയും കൂടെ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര ഞാനിവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. 4 മുട്ട ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുട്ടയും വാനില എസൻസും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല രീതിയിൽ നല്ല ഫ്ലഫി ആയിട്ട് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യണം. എന്നിട്ട് പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് അല്പം അല്പം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ക്രീമി പരുവാവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററിലോട്ട് 2 ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടി ലെമൺ യെല്ലോയുടെ ഒരു 2 ഡ്രോപ്പ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു യെല്ലോ ഒരു കളറ് കിട്ടും. ലൈറ്റ് ഒരു യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയാണ് ഈ 2 കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ സ്കോച്ചിൻ്റെ എസൻസിന് ആ ബട്ടർ സ്കോച്ചിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും. ഈ യെല്ലോ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ലൈറ്റ് കളറും കിട്ടും നമ്മുടെ കേക്കിന്. ഇനി ഒന്നൊരു ലോ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് അല്പം അല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പാലും കൂടെ നമുക്ക് അല്പം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല കൂടുതൽ തിക്കാവാതെ കറക്റ്റായിട്ടുള്ള ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാലും കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കേക്ക് സോഫ്റ്റ് ആവാനും പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ കേക്ക് റെഡി ആയതിനു ശേഷം ബാക്കി പകുതി നമുക്ക് വീണ്ടും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് സ്റ്റിക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിൽ ഒരു 30-35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കമ്പിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഇത് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേ ടിന്നിൽ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന ബാറ്ററും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ആദ്യത്തെ കേക്ക് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ ടിന്നിൽ തന്നെ അടുത്ത ബാറ്ററും ബേക്ക് ചെയ്യാൻ വയ്ക്കാം. നമുക്കിതും ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 കേക്കും തണുത്തതിന് ശേഷം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സോസ് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് പ്രാലിൻ റെഡിയാക്കി എടുക്കാം. അതിന് ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ബദാമും കാഷ്യൂനട്ടും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു നല്ല കട്ടിയുള്ളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ പാൻ നല്ല ചൂടായ ഫ്രൈ പാനിലോട്ടാണ് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ബട്ടർ സ്കോച്ച് കേക്കിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്ന 2 ഐറ്റമാണ് ഈ പ്രാലീനും നമ്മൾ സോസും. ബട്ടർ സ്കോച്ചിൻ്റെ ഒരു സോസും നമുക്കിനി റെഡിയാക്കി എടുക്കണം. ആദ്യം നമുക്ക് പ്രാലൈൻ റെഡിയാക്കി എടുക്കാം. ഈ ഷുഗർ ഒന്ന് നന്നായിട്ടൊന്ന് കാരമൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള
നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഇട്ട് വയ്ക്കാം. ഒരു പ്ലേറ്റിൽ നെയ്യ് തേച്ച് വയ്ക്കാം. നെയ്യോ ബട്ടറോ നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഫോയിൽ പേപ്പറിൽ ഒരല്പം നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഷുഗർ നന്നായിട്ട് മെൽറ്റായി കാരമലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നട്ട്സും ഒരു 1/4 ടീസ്പൂണോളം ബട്ടറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ഒരു ഫോയിൽ പേപ്പറിലോ ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ നെയ്യ് തടവിയ പ്ലേറ്റിലോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ പരത്തി കൊടുക്കണം. കാരണം ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പ്രാലയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മൾ പ്രാലയൻ റെഡിയാക്കിയ അതേ പാത്രത്തിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് കാരമൽ ചെയ്തെടുക്കണം. പഞ്ചസാര ഒന്ന് കാരമലാവുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വിപ്പിംഗ് ക്രീം തണുപ്പായതുകൊണ്ട് നമ്മുടെ ഷുഗർ കാരമൽ ചെയ്തത് കുറച്ച് തിക്കാവും. വീണ്ടും നമുക്ക് ഗ്യാസ് ഓണാക്കി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ പഴയതുപോലെ ലൂസായി കിട്ടും. അതിനുശേഷം നമുക്ക് വേറൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സോസ് കറക്റ്റ് ഒരു തിക്കായിട്ടുള്ള ഒരു രൂപത്തിൽ നമുക്ക് സോസ് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ സോസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് തണുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ നമ്മുടെ കേക്കിൽ ഒഴിക്കാൻ കറക്റ്റ് ആ ഒരു പരുവത്തിൽ ആയി കിട്ടും. നമ്മൾ പ്രാലയനും ഇവിടെ നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് റിമൂവ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കല്ലോ ഇടികല്ലോ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫോയിൽ പേപ്പറിൽ ഞാൻ ഓയിൽ തേച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റി. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കാരമലൈസ് ചെയ്ത നട്ട്സ് ഇവിടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തോനെയും പൊടിഞ്ഞും പോയിട്ടില്ല. നമ്മൾ ഒരു മീഡിയം ഒരു ഇതിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കേക്കിൽ ഒഴിക്കാനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ കാരമലൈസ് ചെയ്ത സോസിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ കേക്കിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൽ ഒരല്പം ബട്ടർ സ്കോച്ചിൻ്റെ ഒരു 2-3 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ലൈറ്റ് ഒരു യെല്ലോ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കേക്ക് ബോർഡിലോട്ട് ഒരല്പം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് കേക്കിൽ വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീമിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സിൻ്റെ കാരമൽ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് അടുത്ത ലെയർ ഇതേപോലെ തന്നെ എല്ലാ ലെയറും നമുക്ക് കാരമലും സോസും ക്രീമും വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ എല്ലാ ലെയറിലും സോസും നട്ട്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ക്രം കോട്ടിങ് കേക്കിൽ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഐസിങ് ചെയ്യാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൽ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടി 2 ഡ്രോപ്പ് യെല്ലോ കളറും 2 ഡ്രോപ്പ് ബട്ടർ സ്കോച്ചിൻ്റെ സിറപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് സെക്കൻഡ് ഐസിങ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഐസിങ് കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ സെക്കൻഡ് ഐസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഫുള്ളായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നട്ട്സ് കേക്കിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി കേക്കിന് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ബോർഡറിലും മുകൾ ഭാഗത്തുമായിട്ട് ഒരേ ഡിസൈനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കേക്കിൻ്റെ ബോർഡർ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ ടോപ്പിലൊരു അല്പം കുറച്ച് ഡിസൈനും കൂടെ ചെയ്യാനുണ്ട്. ഞാൻ ഫ്ലവർ ഡിസൈനാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി കേക്കിൻ്റെ ടോപ്പിൽ ഞാൻ ഈ ബോർഡർ ചെയ്ത അതേ ഡിസൈനിൻ്റെ കളറ് കുറച്ചൊന്ന് മുകൾ ഭാഗത്തായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ചോക്ലേറ്റിൻ്റെ ഈ ഒരു മോൾഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 180 റുപ്പീസാണ്. ഇത് നല്ലൊരു ഡിസൈനാണ്. നമ്മളെ കേക്കിൻ്റെ മുകളിൽ ടോപ്പറായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്. ഞാൻ ബ്ലാക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് ഈ മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ കേക്കിൻ്റെ ടോപ്പിലൊക്കെ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ഡിസൈന് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം 3 ഫ്ലവർ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഡിസൈനും കൂടെ നമുക്ക് സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ഡിസൈൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കേക്കിൻ്റെ ടോപ്പിലായിട്ട് സിൽവർ ഷുഗർ ബീഡ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോസിൻ്റെ സൈഡിൽ ലീഫും വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് അടിപൊളി ലുക്കിലായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിവിടെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ കേക്കായിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ആനിവേഴ്സറിയുടെ ഒരു ടോപ്പറും കൂടെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ ഡിസൈൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. നല്ല രുചിയാണ് ഈ കേക്ക് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ബർത്ത്ഡേക്കായാലും ആനിവേഴ്സറിക്കായാലും ഏത് ഫംഗ്ഷനിലായാലും നമുക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി നോക്കണം. നല്ല രുചിയാണ് ഈ കേക്കിന്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.